ഈ താളം, വരികൾ മലയാള ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം കാലാതിവർത്തിയായി കാതിൽ തേന്മഴയാണ്. താരാട്ടിനീണത്തിൽ കൃഷ്ണഗാഥ പിറന്ന കോവിലകത്തേക്ക് സ്വാഗതം. കണ്ണൂരിൻ്റെ ഗതകാല പ്രൗഢിയും രാജവംശത്തിൻ്റെ ഹൃദയവിശാലതയും ആഴവും വിളിച്ചോതുന്ന ചിറക്കൽ കോവിലകവും ആരെയും അമ്പരപ്പിക്കുന്ന ചിറക്കൽ ചിറയും. ആകസ്മികമായി പരിചയപ്പെടാനിടയായ കോവിലകത്തിലെ അംഗമായ ശ്രീ പ്രവീൺ മാഷിനോടൊപ്പം ഞങ്ങൾ കുറച്ച് അധ്യാപകർക്ക് ഏറെ കേൾവി കേട്ട ചിറക്കൽ കോവിലകവും 14 ഏക്കറിലായി പരന്നു കിടക്കുന്ന ചിറക്കൽ ചിറയും സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. അതെ, തീർച്ചയായും ഇതൊരു ഭാഗ്യമാണ്. ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന പുതിയ കെട്ടിടവും വിശാലമായ കുളവും കണ്ട് കോവിലകത്തിൻ്റെ പുറം കാഴ്ച മതിലിന് പുറത്തുനിന്ന് മാത്രം പരിമിതമായി ആസ്വദിച്ച് മടങ്ങാനാണ് സാധാരണ സാധിക്കാറ്. ഞങ്ങൾ ഇപ്പോഴത്തെ മുതിർന്ന അവകാശിയായ ശ്രീ രാമവർമ്മരാജ അദ്ദേഹത്തെയും പത്നിയെയും പരിചയപ്പെടുകയും ചെയ്തു. രാജകുടുംബാംഗങ്ങളുടെ കുലീനമായ പെരുമാറ്റം ഒരിക്കൽ അനുഭവിച്ചവർക്ക് ജീവിതത്തിൽ മറക്കാനാവാത്തതായി മാറുന്നു. പതിനഞ്ചാം നൂറ്റാണ്ടിൽ കവി ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിച്ചത് ഈ കോവിലകത്ത് വെച്ചായിരുന്നു. കവിയുമൊത്ത് ചതുരംഗം കളിക്കുകയായിരുന്ന ഉദയവർമ്മ മഹാരാജാവ്. തൊട്ടടുത്ത് തൊട്ടിലിൽ കുട്ടിയെ താരാട്ടുപാടി ഉറക്കുന്ന രാജ്ഞി തോൽവിയോടടുത്ത രാജാവിനെ താരാട്ടിന്റെ ഈണത്തിലൂടെ വിജയിപ്പിച്ചു അത്രേ. വരിയുടെ അർത്ഥം മനസ്സിലാക്കി കാലാൾ കരുനീക്കി കളി വിജയിച്ച രാജാവ് കവിയോട് ഇതേ ഈണത്തിൽ കാവ്യം രചിക്കാൻ ആവശ്യപ്പെട്ടു. രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ നീളം കലർന്നങ്ങു പാടും നേരം. കൃഷ്ണഗാഥയുടെ പിറവി അങ്ങനെയായിരുന്നു അത്രേ. കഥകളും ഐതിഹ്യങ്ങളും ഒപ്പം ചരിത്രവും ഇഴപിരിച്ചെടുക്കാനാവാത്ത വിധം കണ്ണൂരിൻ്റെ മണ്ണിലുണ്ട്. മതമൈത്രിയുടെയും മാനവികതയുടെയും പാഠം ചിറക്കൽ രാജവംശവും അറക്കൽ കൊട്ടാരവും നമുക്ക് മുന്നിൽ തുറന്നിടുന്നു. ശ്രീ രാമവർമ്മരാജ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ പഴയ സുഹൃത്തും കേരള PWDയിൽ ഒന്നിച്ചു വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയർമാരും ആയിരുന്നു. കഥകൾ പറഞ്ഞു തരാൻ കോവിലകത്തെ അംബിക ടീച്ചർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മറക്കാനാവാത്ത ഈ ഒരു സായാഹ്നം ഒരുക്കിത്തന്ന പ്രവീൺ മാഷിനെയും യാത്രയ്ക്ക് മുൻകൈ എടുത്ത ഹാരിസ് മാസ്റ്ററെയും നന്ദിയോടെ സ്മരിക്കുന്നു. ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്, ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നു.